ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എന്താണ് സനാതനധർമ്മം? സനാതനം എന്നാൽ എന്നും ഉള്ളത്, എന്നും ഉള്ളതായ ആ പരമാർത്ഥ സത്തയെ അല്ലെങ്കിൽ ആ പരമാത്മാവിനെയാണ് സനാതനം എന്ന് പറയുന്നത്. ആ സനാതനമായ ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ നാം എന്തൊക്കെ ചെയ്യണമോ ആ ചെയ്യേണ്ട കൃത്യങ്ങളാണ് ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പരമമായ ധർമ്മം സനാതനം ആയിത്തീരുക എന്നതാണ്. എന്നാൽ നാം ആയിത്തീരലല്ല, ആണ് എന്ന് ബോധിക്കുകയാണ്. നമ്മൾ അത് തന്നെയാണ്, പക്ഷേ അതാണെന്ന് നമുക്ക് അറിയുകയില്ല. ഒരിക്കലും നശിക്കാത്ത എന്നും നിലനിൽക്കുന്ന ആ പരമസത്യത്തെ ബോധിക്കുക എന്നത് മനുഷ്യജന്മം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനു പറ്റിയ ഉപകരണമാണ് മാനവ ശരീരം, മർത്യശരീരം. ഈ ശരീരത്തിൽ ഇരുന്ന് നാം അതിനെ അറിഞ്ഞാൽ നാം കൃതകൃത്യരായിത്തീരും. അല്ലാതെ മറ്റു വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നിരാശയും ദുഃഖവും നഷ്ടബോധവും മാത്രമായിരിക്കും ഉണ്ടാവുക. ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന വസ്തുക്കളാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ സമ്പാദിക്കാനുള്ള പരിശ്രമമാണ് ഓരോ മനുഷ്യനും. പക്ഷേ അത് എത്ര വാരിക്കൂട്ടിയാലും, എത്ര സമ്പത്തുണ്ടാക്കിയാലും, എത്ര പ്രപഞ്ച വസ്തുക്കൾ തൻ്റേതാക്കി വെച്ചാലും അവയൊന്നും തന്നെ തനിക്ക് സുഖപ്രദമായി ഭവിക്കുന്നില്ല എന്ന് കാലം കൊണ്ട് മനസ്സിലാക്കും. അതിൻ്റെ പ്രത്യക്ഷ സ്വരൂപമാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറയെ തന്നിരിക്കുന്നു. പക്ഷെ ആ സ്നേഹത്തിന് തുരങ്കം വയ്ക്കുന്ന വിധത്തിൽ ഉള്ള നമ്മുടെ ജീവിതചര്യ സ്നേഹത്തെ മരീചിക പോലെയാക്കി മാറ്റുന്നു. സ്നേഹം എന്ന നീരുറവ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ അതിന് വിരുദ്ധമായ ധർമ്മങ്ങൾ നാം നശിപ്പിച്ചേ പറ്റൂ. വിദ്വേഷം, വെറുപ്പ്, പ്രതികാരം മുതലായ മനോഭാവങ്ങൾ സ്നേഹത്തെ ഓടിച്ചു വിടുന്നതാണ്. ഈ ദുഷ്പ്രവണതകളെ നാം നിരാസനം ചെയ്താൽ സ്നേഹം നമ്മുടെ മനസ്സിൽ നിറയും. സ്നേഹം മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരുന്ന നമ്മൾ. സ്നേഹമാണ് ധർമ്മം, സ്നേഹമാണ് സനാതനം. വാസ്തവത്തിൽ സനാതനധർമ്മം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പ്രത്യക്ഷ സ്വരൂപത്തിൽ പ്രകടമാകുന്നത് സ്നേഹരൂപത്തിലാണ്. ആ സ്നേഹത്തിനെ നാം ഒഴുക്കാൻ തുടങ്ങിയാൽ ലോകം മുഴുവൻ അവിടെ പടർന്ന് പച്ചച്ച് പന്തലിച്ച് എല്ലാവരും സംതൃപ്തിയുടെയും നിർവൃതിയുടെയും കനികൾ അനുഭവവേദ്യമാകുന്നതാണ്. എല്ലാ മനസ്സിലും യഥേഷ്ടം അതുണ്ട്, പക്ഷേ അതുണ്ട് എന്ന് അറിയില്ല. അതിനെ തുരങ്കം വയ്ക്കുന്ന ആ ഉറവയുടെ ഒഴുക്കിനെ അടയ്ക്കുന്ന കോൺക്രീറ്റ് നാം ഉണ്ടാക്കാതിരുന്നാൽ മതി. അത് തുറന്നാൽ ഇഷ്ടം പോലെ എടുത്താൽ തീരാത്തത്ര ക്ഷയിക്കാത്ത സ്നേഹത്തിൻ്റെ ധാര നമ്മളിൽ നിന്നും ഒഴുകിയെത്തും. നാം ഓരോരുത്തരും ആ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ ഖനി അനുഭവിക്കുന്നവരായി നമുക്കനുഭവമാകും. ഈ സ്നേഹം നമുക്ക് കുട്ടിക്കാലത്ത് ഒരു വിലയുമില്ലാതെ വെറുതെ ലഭിക്കുന്നു. എന്നാൽ അത് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തുമ്പോൾ അതിനെ യാചിക്കേണ്ടതായി വരുന്നു. കുട്ടിക്ക് ഇഷ്ടം പോലെ കിട്ടും. കൗമാരത്തിലേക്ക് എടുക്കുമ്പോൾ സ്നേഹം യാചിക്കുന്നു. സ്നേഹത്തിന് കുറച്ച് അളവ് കുറയുന്നു. എന്നാൽ യൗവനത്തിലെത്തുമ്പോൾ ആ സ്നേഹത്തിന് വില കൊടുക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടണമെങ്കിൽ ഭാര്യ എന്തെങ്കിലും സേവനം ചെയ്തേ പറ്റൂ. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയ്ക്കും എല്ലാം തന്നെ യൗവനത്തിലെത്തുമ്പോൾ സ്നേഹം നാം വില കൊടുക്കണം.
വാർദ്ധക്യത്തിലെത്തുമ്പോൾ സ്നേഹത്തിന് വില കൊടുത്താലും കിട്ടില്ല. പക്ഷേ ഏറ്റവും അധികം ദാഹിക്കുന്നത് വാർദ്ധക്യത്തിലാണ് താനും. ആ വാർദ്ധക്യത്തിൽ വില കൊടുത്താലും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ട്. തൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ധാര പ്രവഹിക്കാൻ തുടങ്ങിയാൽ ആരിൽ നിന്നും അത് ഇങ്ങോട്ട് കിട്ടേണ്ടതല്ല, കൊടുക്കേണ്ടതാണ്. സ്നേഹം നാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്നേഹം വേണമെന്ന തോന്നലേ ഉണ്ടാവുകയില്ല. പരമമായ സുഖം നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് അനുഭവമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നാം കൃതകൃത്യരാവുകയുള്ളൂ. നമ്മുടെ ജന്മം സഫലമായി എന്ന ബോധം അപ്പോൾ മാത്രമാണ് നമുക്കുണ്ടാവുക.